സമ്പത്ത്, ഞാൻ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കടമെടുക്കരുത്, കർണാടകയെ പോലെ നമ്മൾ കടമെടുക്കരുത്, കടമെടുത്ത് മുടിയരുത്, വാഹനം നമുക്ക് ആവശ്യമായ വാഹനം അല്ല, അതെ തിരിച്ചു കൊടുക്കാൻ അല്ല ഉണ്ടാവുമല്ലോ. സമ്പത്തുണ്ടല്ലോ, അവരതിന് മാർഗം കണ്ടെത്തിയിരുന്നല്ലോ, അവർ പണം തിരിച്ചടച്ച് തുടങ്ങിയായിരുന്നല്ലോ. കിഫ്ബിയുടെ പണം അവർ തിരിച്ചടച്ച് തുടങ്ങിയായിരുന്നു ജീവിഹരി. സമ്പത്ത് അല്ല, അത് നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം കേരളത്തിലെ UDF ഗവൺമെൻറ് ഈ ധവളപത്രം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ രേഖ പുറത്തിറക്കിയതും ഇവിടെ CPIM AKG പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് ഈ വസ്തുതകളുടെ ധവളപത്രം എന്നുള്ള നിലയിലേക്ക് ഇതുകൊണ്ട് എന്തായാലും അതൊരു നമ്മളൊരു പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച, തുറന്ന ചർച്ച, സംവാദം അത് ഉണ്ടാവട്ടെ. ഞാൻ ഹരി പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങാം. ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഈ OBB എന്ന് അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ഞാൻ കേന്ദ്ര സർക്കാരൊന്നും ഉപയോഗിക്കാറില്ല, യൂണിയൻ ഗവൺമെൻറ് അവരുടെ കീഴിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇത് ചെയ്യുന്നുണ്ട്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ പെടുത്താതെ. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഇതിൽ തന്നെ ആ കടമെടുപ്പിന് നൽകുന്നതായ വാർഷിക പലിശ എന്നത് 9% മുതൽ 11.50% വരെയാണ്. 9% മുതൽ 11.5% വരെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഷയിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ നൽകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഇത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ടതായി ചില സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളൊന്നറിയണം. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അവർ വായ്പ എടുക്കുന്നത് ഇവിടെ ബഡ്ജറ്റിൽ പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ബഡ്ജറ്റിനൊരു സ്ഥാനമില്ല. 93 കൊല്ലക്കാലത്തെ റെയിൽവേ ബഡ്ജറ്റ് ചൂളം വിളിച്ചെന്നേക്കുമായി അപ്രത്യക്ഷമായി. 2. പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പവർ ഫിനാൻസ് കോർപ്പറേഷനും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാണ്, നിയന്ത്രണത്തിലാണ്, പരിപാലനവും അവരാണ്. നബാർഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അവരുടേതായിട്ടുള്ള സഹായം നമ്മുടെ ഈ കാർഷിക മേഖലയിലേക്കൊക്കെ വരാറുണ്ട്, അത്തരം കാര്യങ്ങളുള്ളത്. ഇനി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഇവിടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളായി വരുന്നതിൽ ഇത്തരത്തിൽ ബഡ്ജറ്റിതര ഈ വായ്പ എടുക്കലുകളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞു. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും, അത് ഏത് പാർട്ടിയോ മുന്നണിയോ അധികാരത്തിലാണെങ്കിലും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ അവർ ആ വികസന പ്രവർത്തനങ്ങൾക്കായി ബഡ്ജറ്റ് ഇതര സഹായം തേടിയിട്ടുണ്ട്. അങ്ങനെ തേടിയിട്ടുള്ളപ്പോൾ ചിലപ്പോൾ എൻ്റെ ചങ്ങാതി ഹരിക്കൊക്കെ പറയാം, എങ്ങനെ ഇവിടെ ഡെപ്റ്റ് GDP റേഷ്യോയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ 36% അപ്പുറമായി വല്ലാതെ നിൽക്കുന്നതായിട്ടുള്ള 46%, 51% അപ്പുറമെല്ലാം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മളിവിടെ ഈ ധവളപത്രത്തിൽ ഒരു കാര്യം പറയാതെ വിടുന്നത്, ഇന്ത്യ ഗവൺമെൻറ് ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട്, അതിവിടെ ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തെ തകർത്തുകൊണ്ട് അധികാരങ്ങൾ രാഷ്ട്രീയമായി, ധനപരമായി, ഭരണപരമായി എല്ലാം ഇത് കേന്ദ്രീകരിച്ച് അവരിലേക്ക് എത്തുകയും ഇവിടെ സംസ്ഥാനങ്ങളുടെ മേൽ പിടിമുറുക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നമ്മുടെ വരുമാനത്തിൽ വർധനവ്, നമ്മൾ വായ്പ എടുക്കുന്നു, ശരി, ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കുന്നു. 2011-12 അന്ന് കറണ്ട് പ്രൈസസിൽ കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം 97,912 രൂപയായിരുന്നു അന്ന്. 2024-25 ആയപ്പോൾ അത് 3,08,338 രൂപയായി വർദ്ധിച്ചു. അതായത് 3 ഇരട്ടിയിലും അപ്പുറമായി, 3.15 എന്നുള്ളതിനും അപ്പുറമായി ഇരട്ടിപ്പ്, 3 മടങ്ങ് എന്നുള്ളത്. അപ്പോൾ 300% അപ്പുറത്തേക്ക് പോവുകയാണ്. ഇത് 305-315% അപ്പുറത്തേക്ക് വർധനവ് 3 എന്നുള്ള നിലയിലേക്ക് അത് വർദ്ധിക്കുകയാണ്. ഇത് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലാണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെപ്പറ്റി പറയണത്? കോവിഡ് വന്നു, നിപ്പ വൈറസ് അടക്കം പലതും വന്നു, പ്രകൃതി ദുരന്തങ്ങൾ പലതും ഉണ്ടായി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെതായ ഒരു മണി സഹായമുണ്ടായില്ല ഇത്തരം കാര്യങ്ങളിൽ. ഇവിടെ വന്നു, കണ്ടു, ഫോട്ടോഷൂട്ട് നടന്നു, പോയി എന്നുള്ളതല്ലാതെ വിദേശത്ത് നിന്നടക്കം നമുക്ക് ലഭ്യമാകുമായിരുന്ന പണമടക്കം തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ടത് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്നീട് കൊടുത്തു. നേരത്തെ ഗുജറാത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടല്ലോ. ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദുരന്തമുണ്ടായപ്പോൾ അന്ന് AB വാജ്പേയി ലോകത്തിലെ രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പി യാചിച്ചത്. കേരളത്തിന് മാത്രം ഇതൊന്നും ലഭ്യമല്ല. എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? എന്തായിരുന്നു UDFൻ്റെ നിലപാട്?
ഇവിടെ നമുക്ക് ധനവിഹിതം നൽകേണ്ടത് ഇപ്പോൾ IGSTയുടെ കാര്യത്തിൽ എന്താണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടത്, അത് ലഭിക്കുന്നില്ല. GST വിഹിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് കൃത്യമായി ലഭിക്കുന്നില്ല. ധനകമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ളതിൽ തന്നെ നേരത്തെ അവർ നൽകിയിരുന്നത് അതിൽ നിന്ന് വെട്ടിക്കുറച്ചു, പകുതിയിലേറെയായി അത് വീണ്ടും വെട്ടിക്കുറച്ചു. നമ്മൾ ഏതാണ്ട് 3.6% അല്ലെങ്കിൽ 3.7% അത്തരത്തിലുള്ള വിഹിതത്തിൽ നിന്നത് കുറഞ്ഞ് ഇത് 2% താഴേക്ക് 1.7% എന്നുള്ള നിലയിലേക്കെല്ലാം വരുമ്പോൾ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് നിതി ആയോഗിൻ്റെ കണ്ണിൽ ന്യൂനതയായി മാറിയത്, അല്ലേ? കേരളം നേട്ടങ്ങൾ നേടിയത് കൊണ്ട് ന്യൂനതയായി മാറി, ഇല്ലെങ്കിൽ ന്യൂനത അല്ല. ഇവിടെ ഇപ്പോൾ ശ്രീ ചന്ദ്രശേഖർ അധ്യക്ഷനായിട്ടുള്ള ഈ സമിതി ഉണ്ടല്ലോ, ഈ സമിതി ശ്രീ ചന്ദ്രശേഖർ ക്യാബിനറ്റ് സെക്രട്ടറി, ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് ആരെയൊന്നും പറയുന്നില്ല. എപ്പോഴാണ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നത്? 2ാം UPA സർക്കാരിൻ്റെ കാലത്താണ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നത്, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ. ആ ഗവൺമെൻറ് റാമ്പൻറ്റ് പ്രൈവറ്റൈസേഷനിലേക്കാണ് പോയത്. ആ റാമ്പൻറ്റ് പ്രൈവറ്റൈസേഷൻ എന്നുള്ളതിൽ ഞാൻ പറയുകയാണ്, ഡൽഹിയിലെ അന്തർദേശീയ വിമാനത്താവളം അടക്കം സ്വകാര്യവൽക്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള CAG റിപ്പോർട്ടുണ്ട്. ആ CAG റിപ്പോർട്ട് വായിച്ചാൽ നമ്മൾ ഞെട്ടും. ഇന്നത്തെ NDA ഗവൺമെൻറ് എല്ലാം അവിടെ നിന്നാണ് പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് സിജു നേരത്തെ പറഞ്ഞു, ആ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ എങ്ങനെയാണ് ആ സ്വകാര്യ കമ്പനിക്ക് അത്തരത്തിലൊരു അവിടെ ഒരു എയർപോർട്ട് കയ്യിൽ കിട്ടിയതെന്നും ആ എയർപോർട്ട് കിട്ടിയതിൻ്റെ തന്നെ അഹങ്കാരത്തിൽ ഇന്ത്യക്ക് പുറത്തുപോയി എയർപോർട്ട് പണിയുന്നതിന് വേണ്ടി ചെന്നിട്ട് 30 കൊല്ലക്കാലത്തേക്കുള്ള അതിനുള്ള കൺസെഷനെയറിൻ്റേതായിട്ടുള്ള അധികാരം വീണ്ടും റൈറ്റ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ വീണ്ടും പുതുക്കി കിട്ടുന്നതിന് ഒക്കെ ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായത് എന്നുകൂടി പഠിക്കണം. ഇക്കാര്യത്തിൽ ഇവിടെ ഉള്ളത് കൃത്യമായ ഒരു അജണ്ടയാണ്. ആ അജണ്ട പ്രൈവറ്റൈസേഷൻ. ഞാൻ നിർത്തുകയാണ്. നമ്മൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമല്ലോ, നമ്മളും എല്ലാവരും ഞാനും എല്ലാം. ഈ വിമാനത്തിൽ നമ്മൾ വളരെ നേരത്തെ ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ ഒരു ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് അല്ല നമ്മൾ ചിലപ്പോൾ ബോംബെ വിദേശത്തേക്കൊക്കെ പോകുന്നവരും നമ്മൾ ബന്ധുക്കളുടെ അപ്പോൾ നോക്കിയിട്ട് നമ്മൾ റേറ്റ് കുറഞ്ഞ ടിക്കറ്റ് എടുക്കും. ഈ വിമാനയാത്രയുടെ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമുക്കൊരു സന്ദേശം വരും വിമാന കമ്പനിയുടെ, വി ആർ ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് വി ഹാവ് മോഡിഫൈഡ് ദ എയർഫെയർസ്. നിങ്ങൾ ഇനി ഒരു 2,999 രൂപ കൂടി നിങ്ങൾ അടച്ചാൽ നിങ്ങളുടെ വിമാന ടിക്കറ്റ് കൺഫേം ചെയ്യുന്നതായിരിക്കും. ഇല്ല എങ്കിൽ ഇത് റദ്ദാക്കപ്പെടുന്നു എന്നും ഇതിൽ നിന്ന് നിങ്ങളുടേതായ ഒരു 2,000 രൂപ ഞങ്ങൾ ഇതിൻ്റെ ആൻസിലറി എക്സ്പെൻഡിച്ചറായി പിടിച്ചിട്ട് ബാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നുവെന്ന്. അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗം മോഡിഫൈഡ് എന്നാണ്, വർദ്ധിപ്പിച്ചു എന്നല്ല. ഇവിടെ ഹരി ഉപയോഗിച്ച വാക്കും ഇതുപോലെ തന്നെയാണ്. ലിബറലൈസേഷൻ അറിയാമല്ലോ, പേര് കേൾക്കുമ്പോൾ ഉദാരീകരണം എന്നാണ്. ദി ലിബറലൈസേഷൻ ഹാസ് നോ ഹ്യൂമൻ ഫേസ് എന്ന് മാർപ്പാപ്പ തന്നെ പറയേണ്ടതായി വന്നു. ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ്റെ കേരള സമ്പദ് വ്യവസ്ഥ ഇത്തരത്തിൽ ഒരു വിൽപ്പനച്ചരക്കാക്കി മാറുന്നതിന് വേണ്ടി പുരയാണ് ആ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള UDF ഗവൺമെന്റിന്റെ ധവളപത്രം എന്ന പേരിൽ പുറത്തു വന്നു.